ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇന്ന് മാത്രമല്ല, എന്നും ലഞ്ച് റെസിപ്പിയാണ് അല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു കണവ വെച്ചിട്ടുള്ളൊരു തോരനും ഒന്ന് കുഴഞ്ഞ ഒരു പാകത്തിലുള്ളൊരു തോരനാണ് കാണിക്കുന്നത്. കണവ വെച്ചിട്ടുള്ളൊരു തോരനും പിന്നെ ഒരു പച്ചക്കറി അവിയലും പിന്നെ രസത്തിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലീൻ ചേർത്തിട്ടുള്ള ഒരു കണവയിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 10-25ഓളം ചെറിയുള്ളി, 10-15 ചെറിയുള്ളി മതി. നമ്മൾ എടുക്കുന്ന കണവയ്ക്ക് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതും തൊലി കളഞ്ഞത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഇത് മുറിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ അതിന് തന്നെ വെള്ളം വരും. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരു 3 മിനിറ്റോടൊന്നും കുക്കായൊന്നും കിട്ടില്ല. കുറഞ്ഞതൊരു 3/4 മണിക്കൂറെങ്കിലും ആകും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അതൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ അത് പച്ചക്കറി അവിയൽ തയ്യാറാക്കി എടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങയും ചെറിയുള്ളി, ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടൊന്ന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താണ്. ഒരുപാട് അങ്ങ് നൈസായിട്ട് അരച്ചെടുക്കേണ്ട. കുറച്ച് തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ച് അതും പിന്നെ ആവശ്യത്തിന് വെള്ളം 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ കണവയ്ക്കുള്ള ഒരു അരപ്പം തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1 തൊട്ട് 1.25 കപ്പ് ഒരു തേങ്ങ ചിരകിയത്, 3-4 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 5-6 ചെറിയുള്ളി, ഇത്രയും മതി. പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ആ ഒരു മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ആ ഒരു കണവയ്ക്ക് നന്നായിട്ടൊന്ന് കുക്കായി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളൊരു അരപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറി വരാനായിട്ട്. അതൊന്ന് റെഡി ആവട്ടെ. ഫ്ലെയിം കുറച്ചാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു പച്ചക്കറി അവിയൽ നന്നായിട്ടൊന്ന് കുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. തൈരോ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പം ഓരോ നാട്ടിലും ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കും രുചിയും അവരുണ്ടാക്കുന്ന രീതിയൊക്കെ. അപ്പം ഇത് ഞാൻ ചെയ്യുന്ന സ്റ്റൈലുണ്ട്. അപ്പം ഇതിൽ ഞാൻ പല രീതിയിലും ആ ഒരു അവിയൽ തയ്യാറാക്കി എടുക്കും. സാധാരണ തൈര് ഒഴിച്ചിട്ടും അല്ലാതെ പച്ചമാങ്ങ ഇട്ടിട്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കണവ നന്നായിട്ടൊന്ന് വെന്തെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് താളിച്ചും കൂടെ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കടുകൊക്കെ ചേർത്തൊന്ന് താളിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുറുവരി ചോറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചക്കറി അവിയലും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കണവത്തോരനും നാരങ്ങയും പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു അച്ചാറാണ് ഇത്. അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ തലേ ദിവസത്തെ രസവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും